നിങ്ങൾ ആരാണ്? എന്തിനിവിടെ വന്നു? ചോദിച്ചത് കേട്ടില്ലേ? ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നിങ്ങളിവിടെ പുതിയ ആളാണല്ലേ? അതെ. മുമ്പ് ടിവിയിൽ വാച്ച്മാനായിരുന്ന അപ്പുനായരുടെ മകനല്ലേ? അതെ. എന്റെ അച്ഛനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. വല്ലാത്ത കാറ്റ്. ആ ജനലം നടക്കും. ഇന്ന് സന്ധ്യ ആയപ്പോ തുടങ്ങിയതാ ഈ കാറ്റും കുളിരും. ഇരുട്ടായതോടുകൂടി കറണ്ടും പോയി. മാരണം. ഈ മേശ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ 3-4 പേര് പിടിച്ച പൊങ്ങാത്തതാണല്ലോ. നിങ്ങൾ എന്തിനാ ഈ ഫോട്ടോ എടുത്തത്? കാണാൻ. ഒന്ന് കാണാൻ വേണ്ടി മാത്രം. മനസ്സിലായില്ല. വേദനയുടെ തീനാളങ്ങളുമായി കഴിയുന്ന എനിക്ക് അല്പ ആശ്വാസം കിട്ടുന്നത് ഇവിടെ വരുമ്പോഴാണ്, ഈ ചിത്രം കാണുമ്പോഴാണ്. ഇതെന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ ചിത്രമാണ്. അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ അറിയും? അദ്ദേഹം നിങ്ങളുടെ ആരാണ്? ആരുമല്ല, പക്ഷേ എന്റെ എല്ലാമാണ്. എന്റെ മനസ്സിൽ ആദ്യം വരുന്ന സ്വപ്നമാണ്. എന്റെ സങ്കല്പത്തിലെ രാജകുമാരൻ, എന്റെ ആത്മാവിന്റെ സംഗീതം, എന്റെ എന്റെ കൃഷ്ണൻകുട്ടി, ചേട്ടൻ എന്താ വരാതിരുന്നത്? ചേട്ടനും ചേട്ടത്തിയും ഏതോ പാർട്ടിക്ക് പോയിരിക്കുക. അതുകൊണ്ടാ എന്നെ മാത്രം അയച്ചത്. ഓഹോ, വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന അഞ്ചിത്തേക്കാൾ വലുത് ചേട്ടന് പാർട്ടിയാണല്ലേ? വണ്ടി കയറി കുഞ്ഞെ, അല്ലെങ്കിൽ തന്നെ സമയം ഒരുപാട് വൈകി. ട്രെയിൻ 3-4 മണിക്കൂർ വൈകിയാണ് എത്തിയത്. കൂടുതൽ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് വീടെത്താൻ നോക്കാം. വണ്ടി കയറിയട്ടെ. എന്താ കൃഷ്ണൻകുട്ടി? എഞ്ചിൻ എന്തോ തകരാറ് പറ്റി. ഒന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, എഞ്ചിൻ ചൂടായതാ. ഇവിടെ അടുത്തൊരു അരുവിയുണ്ട്, ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. എന്തു പറ്റി? റേഡിയേറ്ററിൽ വെള്ളം തീർന്നു പോയി. വെള്ളം എടുക്കാൻ പോയ ഡ്രൈവറെ കാണാനുമില്ല. ഡ്രൈവർ എങ്ങോട്ടാ പോയത്? അതാ അങ്ങോട്ട് പോയിട്ട് കുറെ നേരമായി. വരൂ, പോയി നോക്കാം. കൃഷ്ണൻകുട്ടി,
എന്താ ഇത്? ആരാ നിങ്ങളെ കെട്ടിയിട്ടത്? അറിയില്ല സാർ, 3-4 പേരുണ്ടായിരുന്നു. വല്ല കള്ളന്മാരുമായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്ന വലിയ അപകടമാണ്. നമുക്ക് വേഗം പോവാം. ഇതാ വെള്ളം വേഗം വരും. വരും. ആ, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? നീലമല എസ്റ്റേറ്റിലേക്ക്. എന്ന് പറഞ്ഞാൽ എനിക്കറിയാമോ? എനിക്കിവിടെ വലിയ പരിചയമുണ്ട്. ഏതായാലും മുമ്പോട്ടാണല്ലോ. പോയിക്കോളൂ, ഞാൻ പുറകെ ഉണ്ട്. താങ്ക്സ്. ഓടിക്കാൻ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ശരി, കയറും. എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. പേടിയുണ്ടെങ്കിൽ ഞാനോട് വരാം. വേണ്ട സാർ, ഞങ്ങൾക്ക് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ പ്ലീസ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെന്തൊരു ശല്യം! സന്ധ്യ കഴിഞ്ഞു തുടങ്ങി. ഇവറ്റക്ക് ഈ ടി വിയിൽ മാത്രമേ വരാനുള്ളൊരു സൗകര്യമുള്ളൂ. വേറെ എത്ര വീടുണ്ട്, എത്ര ടി വി ഉണ്ട്. ആരാത്? ആരാന്ന് വെച്ച് എന്റെ വായ തനിക്ക് വട്ടായി പോയോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എത്ര നേരമായി തുടങ്ങിയിട്ട്? ദൈവമേ, എന്നെ സംശയം, പ്രേതങ്ങളെ സംശയം, ലോകത്തെല്ലാം സംശയം. ഇതിനടുത്തന്നെ എനിക്ക് കിട്ടിയല്ല. മെല്ലെ പറയടി, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അവന്മാരിവിടെ എല്ലാം ചുറ്റിക്കറങ്ങുന്നു. ഏതാമാര്? പ്രേതങ്ങളോ? അല്ലാതെ വേറെ ആരാ? അയ്യോ കഷ്ടം. നിങ്ങൾ ആണാണെന്ന് ആരാ പറഞ്ഞത്? പാട്ടുകാരി 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രേതമില്ലെന്ന്. എടി, നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? ഈ യക്ഷി എങ്ങനെ ഉണ്ടാവുന്ന നിനക്കറിയോ? എങ്ങനെയാ? ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ യക്ഷിയായി. വേല കൈയിരിക്കട്ടെ. ഈ ബ്രഹ്മരക്ഷസ് ഉണ്ടാവുന്ന എങ്ങനെയാണെന്നറിയാവോ? അറിയില്ല. ഭാര്യമാരെ സംശയിക്കുന്ന ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ അവരാണ് ഈ ബ്രഹ്മരക്ഷസായിട്ട് ഓടി നടക്കുന്നത്. മതിയടി, മതി. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഞാൻ ബ്രഹ്മരക്ഷസായിട്ട് പാലമരത്തുമ്പോ കയറിയിരിക്കണം അല്ലേ? ആഹാ, ഞാൻ യക്ഷിയായിട്ട് പണി കയറിയിരിക്കണോ? വേണ്ടടി, നീ വീട്ടിൽ പോ. വീട്ടിൽ പോയിട്ട് കുറച്ച് എലിവേഷൻ വാങ്ങിയിട്ട് തന്തക്ക് കൂട്, എന്നിട്ട് കൊല്ല്. എന്നിട്ട് ബ്രഹ്മരക്ഷസായിട്ട് പാലമരത്തുമ്പോ കയറി. നിന്റെ എന്താ കുട്ടിച്ചാത്തനല്ലേ? അപ്പോ നീ അകത്ത് പൊളി. ജനമേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. നീ ഒന്ന് നമുക്ക് പോയി നോക്കിട്ട്. ആണല്ലേ? അങ്ങോട്ടേ ആണെന്നെയാണ്. ആരത്? ഇവിടുത്തെ വാച്ച്മാൻ ആണല്ലേ? വരണം. അത് വേണോ? നിങ്ങൾ വരണം. ഈ പെട്ടിയൊക്കെ എടുക്കണം. കളിക്കുന്നു. അങ്ങോട്ട് പോ. എന്റെ പൊന്ന് സാറേ, തെറ്റിദ്ധരിക്കരുത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ഏത് സമയത്ത് എങ്ങനെയാ ഏത് രൂപത്തിൽ അവന്മാർ വരും നമ്മളെങ്ങനെ അറിയും? അപ്പൊ നമ്മളൊന്നൊന്ന് ഉറപ്പിച്ചു നിൽക്കണ്ടേ? താൻ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? അവന്മാര്. ഏതവന്മാര്? ശരീരമില്ലാത്തവന്മാര്.
ഏതായാലും ഞാൻ ശരീരമുള്ളവനാ. കോഴിക്കോട് നിന്ന് ടെലഗ്രാം ചെയ്തിരുന്നില്ലേ രാജൻ? ഓ ആ സാറാണോ? മുറി കെട്ടി കമ്പി റെഡി സാർ. ആ ജാനമ്മേ, ജാനമ്മേ, കോഴിക്കോടൻ സാറ് വന്നിട്ട മുറി ഓർക്ക്. ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. ആ അല്ല വേണ്ട, നീ മുറി ഓർക്കണ്ട, മുറി ഞാൻ തുറന്നോളാം. എന്നെ കൊണ്ട് അങ്ങനെ മുറി തുറപ്പിച്ചുകൂടാ. ഇതെന്റെ ഭാര്യ ജാനമ്മ, ഇവിടുത്തെ കുക്കറാണ്. എന്റെ പേര് അപ്പു. മുറി തുറക്കട്ടെ? തുറക്ക്. ആ ലൈറ്റ് റെഡി. അത് പിടി, ഇത് പിടി. നല്ല പിടിക്ക്, പൊട്ടുന്ന വല്ലതും ഉണ്ടോ അതിനകത്ത്? സാറ് ഇവിടെ എത്ര ദിവസത്തെ താമസം ഉണ്ടാവും? 1.5 മാസം ഉണ്ടാവും. എച്ചിപ്പാറ എസ്റ്റേറ്റ് ഞാൻ വിലക്കെടുത്തു. അതിന്റെ അറ്റകുറ്റപ്പണികൾ തീരുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എച്ചിപ്പാറയോ? എന്താ സാറേ, അവിടെ അവന്മാര് കുറെ അസ്ഥിയുള്ള സ്ഥല. അവന്മാരോ? ആ, നിങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞ ആളെ പേടിപ്പിക്കാതെ. സാരമില്ല, പറയട്ടെ. സാറേ, ഇവിടെ ആരെങ്കിലും താമസിക്കാൻ വന്ന ഉടനെ അവരിങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രേതങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങും. വരുന്നവർ പെട്ടിയെടുത്തോണ്ടെങ്കിൽ പോവുകയും ചെയ്യും. ഏതായാലും ഞാൻ സ്ഥലം വിടില്ല. സാറേ, എച്ചിപ്പാറയിൽ ഭയങ്കരമായ ഒരു രക്ഷയുണ്ട്. എത്രയോ പേരെ ചോര കുടിച്ച് കൊന്നിരിക്കുന്നു. അതിരിക്കട്ടെ, ഇവിടെ എന്നെ അന്വേഷിച്ച് പൈലി മൂപ്പൻ എന്നൊരാൾ വന്നിരുന്നു. ഇല്ലല്ലോ. അയാളോട് ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. വന്നാൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ സാർ ഇവിടെ താമസിക്കാൻ ഉറപ്പിച്ചോ? എന്താ ഇത്ര സംശയം? സാർ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. സാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ലെന്നേ, നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കൂ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. നീ എന്താ സിനിമ കാണുന്നു? നീ എനിക്ക് കിച്ചണിലെ കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പൊടിയത്ത് പോടുന്നു. ഒരാളെ കണ്ട ഗ്രാഫോൺ പെട്ടിട്ട് പട്ടി നോക്കുന്നവരെ പോടുന്നു. എന്തുവാ? റെയിൽവേ സ്റ്റേഷനിൽ ചേട്ടനെ കാണാഞ്ഞപ്പോ എനിക്ക് എന്ത് ദേഷ്യം വന്നെന്നോ. ഞാൻ വരാനിരുന്നതാണ്. അപ്പോഴാണ് പാർട്ടിക്ക് പോയേ തീരുമെന്ന് വാസന്തി നിർബന്ധം പിടിച്ചത്. എന്നാലും ഞാൻ എത്ര വർഷം കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ബോർഡിങ്ങിൽ വന്ന് ഞങ്ങൾ രമയെ കാണാറില്ലേ? നിങ്ങൾക്കത് പറയാം. വഴിയിൽ വെച്ച് ഞാൻ എത്ര പേടിച്ചു വന്നോ. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ, സമാധാനിക്കൂ. പോലീസുകാരും വന്നില്ലല്ലോ ചേട്ടാ. ഞാൻ പരാതി കൊടുത്തില്ല. അതെന്താ? പരാതി കൊടുത്താൽ അവരുടെ പുറകെ നടക്കണം, കോടതി കയറണം. ഇതൊന്നും എനിക്ക് സാധ്യമല്ല. എന്നാലും അറിയിക്കേണ്ടതായിരുന്നു. അയ്യോ, നന്നായുള്ളൂ അറിയിക്കാഞ്ഞത്. ഇവിടെ ഒരു ചെറിയ കളവ് നടന്നിട്ട് തന്നെ ആ കേസുമായി കളിക്കേണ്ടി വന്നത് 6 മാസമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പോലീസിൽ പോകാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണൂ. പിന്നെ മേസ്തിരിയോടും ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോഴൊന്നും കൂടി ഓർമ്മിപ്പിച്ചേക്കാം. ഞാൻ നാളെ വരാം. പൈലിമൂപ്പൻ വേണ്ടതെല്ലാം ശ്രദ്ധിച്ചോളൂ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, പാതിരാത്രിയിലോ? അവന്മാരാരെയും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. പൈലിമൂപ്പൻ രാവിലെ പോയാൽ മതി. വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ അല്ലേ? അടുക്കള കിടന്നോട്ടെ. വേണ്ട സാർ, ഞാനിപ്പൊ തന്നെ ഇറങ്ങുക. പണം വല്ലതും വേണോ? വേണ്ട, താക്കോലിവിടെ വെക്കണോ ആവോ? വേണ്ട വേണ്ട, കയ്യിൽ വെച്ചാൽ മതി. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോയ പോലെ. ആലോചിച്ചു. ആലോചിച്ചോ? എന്ന് ഇറങ്ങട്ടെ. ആ, പോയിക്കോ. വിവരമില്ലാത്ത മനുഷ്യന്മാരോടൊക്കെ എന്ത് പറയും? യക്ഷിയുടെ തലമുടി തട്ടിയാൽ മതി ഇതൊക്കെ ചാവാൻ. അല്ല, ഇതാരാ രമക്കുഞ്ഞോ? കണ്ടിട്ട് വളരെ കാലമായല്ലോ. ഇന്നലെ തന്നെ വന്നല്ലേ? അതെ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരായിരുന്നതാ, ചേട്ടനും ചേട്ടത്തിയും പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാ ഇൻകം ടാക്സിന്റെ ചില കടലാസുകളായിട്ട് കോട്ടയത്ത് പോകേണ്ടി വന്നത്. പഠിത്തം കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ആ, സമാധാനായി. ഇനിയെങ്കിലും ജനിച്ച നാട്ടിൽ നിൽക്കാലോ. നേരമുള്ളേ, ഓ, അമ്മയ്ക്ക് പുതിയ കാറ് കാണിച്ചു കൊടുത്തു. ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ. രമേ, എന്താ ചേട്ടാ? പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞു. അതാ. താങ്ക് യു ചേട്ടാ. ആ ഡ്രൈവർ എവിടെ? ഇതൊന്ന് ഓടിച്ചു നോക്കാൻ. രമയ്ക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. കാർ ഇഷ്ടപ്പെട്ടോന്നറിയാൻ അവളൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓവർ സ്പീഡ് ചെയ്യരുത്, സ്ലോ ആയിട്ട് പോണം.
ബ്രേക്ക് ഫെയിലായി. നിർത്താൻ വേറെ വഴിയൊന്നും കണ്ടില്ല. ഏതായാലും അപകടമൊന്നും പറ്റാതെ രക്ഷപ്പെട്ടല്ലോ. ഡ്രൈവർ അവിടെ പോയി? ഡ്രൈവറെ വിളിച്ചില്ല. അതുകൊള്ള. ഇപ്പോഴെങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ടുമല്ല, ചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച കാറാണ്. വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയതാ. ഓടിച്ചു നോക്കൽ കഴിഞ്ഞല്ലോ. വീട് ഇവിടെ അടുത്താണോ? അതെ, ദാ അവിടെ. എങ്കിൽ വരൂ, ഞാൻ കൊണ്ടുപോയാക്കാം. അയ്യോ, പേടിയാണെങ്കിൽ വേണ്ട. ഇറ്റ്സ് ഓൾ റൈറ്റ്. രണ്ടു പ്രാവശ്യവും നമ്മൾ കണ്ടുമുട്ടിയത് അപകടങ്ങളിലൂടെയാണ്. എന്നിട്ടും നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് രമ. ഞാൻ രാജൻ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ഇത് എച്ചിപ്പാറയിലേക്കുള്ള വഴിയാണല്ലോ. നമുക്ക് പോയി നോക്കാം. ഈ യക്ഷിപ്പാറയിലെ യക്ഷി ചെയ്യുന്ന പണിയാ സാറേ. ഇതിനു മുമ്പും ഇവിടെ വെച്ച് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് യക്ഷി. ഇയാളെ അറിയുമോ? അറിയും. എന്റെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാനായി ഞാൻ ഏർപ്പെടുത്തിയ പൈലി മൂപ്പൻ. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞത്. ഏതായാലും പോലീസിൽ അറിയിക്കട്ടെ. പോലീസിൽ അറിയിച്ചിട്ട് എന്താ കാര്യം സാറേ? പോലീസ് വിചാരിച്ച ഈ യക്ഷിയെ വല്ലതും ചെയ്യാൻ നോക്കൂ. രമയെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാം. വേണ്ട, എനിക്കിവിടെ നിന്ന് അധികം ദൂരമില്ല. ഞാൻ നടന്നു പോയിക്കൊള്ളാം.